ബിനീഷ് ബാസൻ എന്ന പേര് ഇന്ന് ഭൂരിഭാഗം മലയാളികൾക്കും സുപരിചിതമാണ്. ടീമെ എന്ന് വിളിച്ചുകൊണ്ടെത്തുന്ന ഒരു കൂട്ടം ആരാധകരും ബിനീഷ് ബാസനുണ്ട്. ഒപ്പമുള്ളവരെ എന്നും ചേർത്ത് നിർത്തുന്ന ബിനീഷ് ബാസൻ നൂറിലധികം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ ഇതിനോടകം എത്തിയിട്ടുമുണ്ട്. വളരെ സാധാരണക്കാരനിൽ നിന്നും അഭിനേതാവായും കോമഡി നടനായിട്ടുമൊക്കെ ശ്രദ്ധേയനായ താരം തന്നെയാണ് ബിനീഷ് ബാസ്റ്റിൻ. ഇളയ ദളപതി വിജയുടെ തെരി എന്ന സിനിമയിൽ വില്ലൻ വേഷത്തിലെത്തിയ ബിനീഷ് ബാസ്റ്റിൻ നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആ സിനിമ റിലീസ് ചെയ്ത ദിവസമാണ് താൻ അവസാനമായി ടൈൽസ് പണിക്ക് പോയതെന്നും ബിനീഷ് ബാസ്റ്റിൻ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ പ്രദർശന ദിവസവും ടൈൽസ് പണിക്ക് പോകുന്ന ആ വില്ലൻ കേരളത്തിലെ യുവാക്കൾക്ക് നായകനായി മാറുകയായിരുന്നു. കോളേജുകളിലെ പരിപാടികൾക്ക് ഉദ്ഘാടകനായി മാറി. പിന്നീട് ലഭിച്ചതെല്ലാം ജീവിതത്തിലെ ഭാഗ്യങ്ങളാണ് എന്നാണ് ബിനീഷ് ബാസ്റ്റിൻ പറയാറുള്ളത്. 10ാം ക്ലാസ് തോറ്റ കൂലിപ്പണി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം വലിയ കാര്യങ്ങളാണ്. പണ്ടൊക്കെ സിനിമയിൽ അഭിനയിക്കുവാൻ പോകുമ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിലായിരുന്നു തനിക്ക് ചായ തന്നിരുന്നത്. താമസിക്കുവാൻ ലോഡ്ജ് ആയിരിക്കും. കുറെ ആളുകളുള്ള മുറികളാകും താമസിക്കുവാൻ കിട്ടുക. 12 വർഷത്തോളം അങ്ങനെയായിരുന്നു. അതെല്ലാം മാറി മറിഞ്ഞത് വിജയ് സാറിന്റെ കൂടെ അഭിനയിച്ചതിന് ശേഷമാണെന്നാണ് ബിനീഷ് ബാസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ് തോറ്റ കൂലിപ്പണിക്കാരനായ താൻ ഇങ്ങനെ ഉയരുമെന്ന് ഒരു ഫോർട്ട് കൊച്ചിക്കാരനായ ബിനീഷ് ബാസ്റ്റിൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പിന്നീട് മലയാളത്തിൽ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിൽ സജീവമായതോടുകൂടിയാണ് ബിനീഷ് ബാസ്റ്റിൻ മലയാളികൾക്കിടയിൽ ജനകീയനാകുന്നത്. ഈ കാലയളവിൽ തന്റെ ജീവിതത്തെക്കുറിച്ചും തന്റെ അമ്മയെക്കുറിച്ചും ഒക്കെ ബിനീഷ് ബാസ്റ്റിൻ പങ്കുവച്ചിരിക്കുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കരിയറിലെ വിജയത്തെക്കുറിച്ചുമൊക്കെ ജെറി പൂവക്കാല എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത്. ഞാൻ ഓലപ്പുരയിലാണ് ജനിച്ചു വളർന്നത്. അമ്മച്ചിയും ചാണകപ്പുരയിലാണ് ജനിച്ചു വളർന്നത്. ബിനീഷിന്റെ വാക്കുകളാണ് ഇവയൊക്കെ. പിന്നീട് ഞങ്ങൾ സിമന്റ് തറ കണ്ടു, ഷീറ്റ് കണ്ടു, പിന്നീട് ഓടുമേഞ്ഞ വീടുകൾ, അതും ഞങ്ങൾ ഉണ്ടാക്കി. പിന്നീട് വാർക്ക വീടുകൾ. ആദ്യം കറണ്ടില്ലായിരുന്നു, വിളക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ വീട്ടിൽ കറണ്ട് കിട്ടിയത് ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് ബൾബിട്ടപ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തതാണെന്നും ബിനീഷ് ബാസ്റ്റിൻ പറഞ്ഞിരുന്നു. അങ്ങനെ ദാരിദ്ര്യത്തിൽ തന്നെ ഞങ്ങൾ വളർന്നു. മക്കൾക്ക് കടം വരുത്തിക്കരുത് എന്നായിരുന്നു അമ്മയുടെ ഏക ചിന്ത. ഇന്നുവരെയും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കടം മേടിക്കാതെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയുടെ മൂത്ത മകൻ മരപ്പണിക്ക് പോകുമായിരുന്നു. അന്ന് 10 രൂപ കിട്ടും. 5 രൂപ വണ്ടിക്കാശ് പോകും, ബാക്കി 5 രൂപ സൂക്ഷിക്കും. ഒരു പുസ്തകത്തിൽ ആ പണം എല്ലാം വെക്കും. അങ്ങനെ 450 രൂപയായി ഒരു വർഷം. അതൊരു വർഷം ട്യൂഷൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ പോയി കെട്ടിവെക്കും. കുടയും ബാഗും ചോറ്റുപാത്രവും എല്ലാം അതിൽ നിന്നാണ് മേടിച്ചിരുന്നത്. അമ്മ ബീഡി തെറുപ്പ് ചെയ്തു. അമ്മയ്ക്ക് ഈ ഒരു കൂന് വന്നത് അമ്മച്ചിയുടെ കയ്യിൽ ഒരു മുറമുണ്ട്. രാത്രിയിൽ ഉറങ്ങാതെ ബീഡി തെറുത്തു. അങ്ങനെ 10 കിലോമീറ്റർ നടന്ന് ബിനീഷ് ബാസ്റ്റിൻ ബീഡി വിൽക്കുവാൻ വരെ പോകുമായിരുന്നുവെന്നാണ് ഈ ഒരു കുറിപ്പിലൂടെ പറയുന്നത്. അമ്മ ബീഡി തിരത്തുണ്ടാക്കിയ പറമ്പാണ് ഞങ്ങളുടേത്. 12 സെന്റും ബീഡി തിരത്ത് മേടിച്ചതാണ്. അതിലൊരു ഷെഡും വെച്ചു. തങ്ങൾ ഉറക്കമിളച്ച് ബീഡി തിരത്തതും ആടിനെ വളർത്തിയതുമൊക്കെ അമ്മ സമ്പാദിച്ച പണം കൊണ്ടാണ്. വെറും ചായ്പായിരുന്ന വീട്ടിൽ മുറികൾ പടിപടിയായാണ് കൂട്ടിച്ചേർത്തത്. അപ്പച്ചൻ മത്സ്യത്തൊഴിലാളിയായിരുന്നു. സ്വർണ്ണപ്പണിയും അദ്ദേഹം ചെയ്തിരുന്നു. 1 രൂപ കടം വാങ്ങിയിട്ടില്ല. ആദ്യ വണ്ടി പോലും കടമില്ലാതെയാണ് മേടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അമ്മച്ചി തങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അമ്മയെ കാണുവാൻ ഒരുപാട് ഫാൻസ് വരാറുണ്ട്. അമ്മച്ചി അവർക്കെല്ലാവർക്കും വേണ്ടി ബിസ്ക്കറ്റ് മേടിച്ചു വെക്കും. എവിടെ പോയാലും അമ്മച്ചി അറിയാത്തവരില്ല. എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ അമ്മച്ചിയാണെന്നാണ്. നിങ്ങളൊക്കെ വെള്ളപ്പൊക്കം കണ്ടത് 2018-ലല്ലേ? ഞങ്ങളുടെയൊക്കെ ജീവിതകാലം മുഴുവൻ വെള്ളപ്പൊക്കമായിരുന്നു. വരാലൊക്കെ വീടിന്റെ ഉള്ളിൽ കൂടി നടക്കുമായിരുന്നു. ടൈൽസ് പണിക്കാരനായിരുന്നു ബിനീഷ്. വീടുപണികൾക്ക് സഹായിയായും പോകുമായിരുന്നു. പെയിന്റിങ്, ഓടുമേയൽ, പിന്നെ ടൈൽസ് പണി. അത് തന്നെയാണ് പ്രധാന വരുമാന മാർഗം. 10ാം ക്ലാസ് തോറ്റപ്പോൾ അത് സ്ഥിരം പണിയുമാക്കി. നല്ല ഭക്ഷണത്തിന് കൊതിച്ച് ബാല്യം പോലും ഉണ്ടായിരുന്നു ബിനീഷ് ബാസ്റ്റിന്. എന്നാൽ പക്ഷെ ഇന്ന് അതെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. അവസ്ഥകളിലെല്ലാം തന്നെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലെ ഒരു പ്രതിനിധി ആകാറുണ്ട് അമ്മച്ചി. ബിനീഷിന്റെ താഴ്മ തന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. താണനിലത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്യുമെന്നൊക്കെ നാം കേൾക്കുമ്പോൾ അതൊരു വാസ്തവം തന്നെയാണെന്നും ജെറി പൂവക്കാല കുറിക്കുന്നു. ഇരുട്ടിൽ നടക്കുന്ന നമ്മൾക്കൊരു വെളിച്ചം നൽകുന്ന നാഥനുണ്ട്. ഇവരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന പാഠം. ഉള്ളതുകൊണ്ട് നാം ജീവിക്കുവാൻ പഠിക്കുക, മക്കളെയും പഠിപ്പിക്കുക. ലോൺ എടുത്തും കടം മേടിച്ചും ആഡംബരം കാണിക്കുവാൻ നിൽക്കരുത്. വെച്ച കഞ്ഞിക്ക് ഉപ്പിടാൻ പണമില്ലെങ്കിലും ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്നതാണ്. നമ്മൾക്കൊക്കെ ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകണം. അത് നമ്മളുടെ കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ പഠിപ്പിക്കണം. ഉള്ളത് കൊണ്ട് ഓണം പോലെ നാം ജീവിക്കണം. ദൈവമാർക്കും ഒരു കടക്കാരനല്ല. തക്ക സമയത്ത് അവിടുന്ന് നമ്മളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കരങ്ങളിൽ താണിരുന്നാൽ മതി. താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കും. പിൻപന്മാർ മുൻപന്മാരാകും. ഒരു കാലത്ത് ആരുടെയൊക്കെ മുമ്പിൽ തലകുനിച്ചോ അവരുടെ മുമ്പിൽ തല ഉയർത്തപ്പെടും. താഴ്മ ഒരിക്കലും താഴ്ചയല്ല, താഴ്മ അനുഗ്രഹമാണ്. നാശത്തിന് മുൻപ് പലരും അഹങ്കരിക്കാറുണ്ട്. മാനത്തിന് മുൻപ് താഴ്മയുമെന്നും ജെറി പൂവക്കാല കുറിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നാം ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഒരു തീരുമാനമെടുക്കണം. ഞാൻ താഴ്മയുള്ളവൻ അല്ലെങ്കിൽ താഴ്മയുള്ളവളായിരിക്കും. നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതം മാറ്റുവാൻ ദൈവത്തിന് കഴിയും. 2024 അവസാന നിമിഷവും കലങ്ങിയ ഹൃദയവുമായി ജീവിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ഈ അവസ്ഥയ്ക്കും വ്യത്യാസം വരുമെന്നാണ്.
നിങ്ങളുടെ മക്കളുടെ തലയെയും ദൈവം ഉയർത്തും. നിങ്ങളുടെ 2024 ദുഃഖങ്ങൾ 2025 സന്തോഷമായി മാറും. വിലാപങ്ങൾ നൃത്തമാകും. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നിങ്ങളുടെ ഭവനത്തിൽ നിന്നും ഉണ്ടാകും എന്നാണ് ജെറി ബിനീഷ് ബാസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതേസമയം 1990 ജൂൺ 15 എറണാകുളം ജില്ലയിലെ കൊച്ചി തോപ്പുംപടിയിൽ സെബാസ്റ്റ്യൻ മരിയ ദമ്പതികളുടെ 4 മക്കളിൽ ഒരാളായിട്ടാണ് ബിനീഷ് ബാസിൻ ജനിക്കുന്നത്. കൊച്ചിൻ റിഫൈനറി സ്കൂളിൽ പഠിച്ച ബിനീഷ് പിന്നീട് സെന്റ് ആൽബർട്ട് സ്കൂളിലാണ് പഠിക്കുന്നത്. പഠിക്കുന്ന സമയത്ത് യുവജനോത്സവങ്ങളിൽ നാടകങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. 10ൽ തോറ്റു. അതോടെ ടൈൽസ് പണിക്ക് പോയി തുടങ്ങി. അന്ന് ബോഡി ബിൽഡിംഗിലും ശ്രദ്ധിച്ചിരുന്നു ബിനീഷ്. 18ാമത്തെ വയസ്സിൽ എറണാകുളം സബ് ജൂനിയറായി തെരഞ്ഞെടുക്കപ്പെടുന്നു. കൊച്ചി മുണ്ടൻവേലിയിലാണ് ഇപ്പോൾ ബിനീഷ് ബാസ്റ്റിൻ അമ്മയ്ക്കൊപ്പം താമസിക്കുന്നത്. 10 വർഷത്തോളം മലയാള സിനിമയിൽ പ്രവർത്തിച്ച പരിചയമുണ്ട് ബിനീഷിന്. ചെറിയ കഥാപാത്രങ്ങളിലൂടെ വന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ചലച്ചിത്ര അഭിനേതാവാണ് ബിനീഷ് ബാസ്റ്റിൻ. ബോഡി ബിൽഡിംഗിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് ബിനീഷ് ബാസ്റ്റിൻ കടന്നു വരുന്നത്. സിനിമയിൽ വരുന്നതിന് മുമ്പ് ടൈൽസിന്റെ പണിയായിരുന്നു ബിനീഷിന്. എന്നാൽ പക്ഷേ 14 വർഷത്തോളം ടൈൽസ് പണിയിൽ നിൽക്കുമ്പോഴും സിനിമ തന്നെയായിരുന്നു ഇയാളുടെ മോഹം. ഇതിനിടയിലാണ് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നത്. 2005 മിസ്റ്റർ എറണാകുളവുമായിരുന്നു ബിനീഷ് ബാസ്റ്റിൻ. അക്കാലത്ത് ചില പരസ്യ ചിത്രങ്ങളിലും ബിനീഷ് അഭിനയിച്ചിരുന്നു. 2005 ജൂലൈ 4 മെക്കാർട്ടിന്റെ സംവിധാനത്തിൽ ദിലീപ് നായകനായി പ്രദർശനത്തിനെത്തിയ പാണ്ടിപ്പട എന്ന ചിത്രത്തിലാണ് ആദ്യമായി ബിനീഷ് ബാസ്റ്റിൻ അഭിനയിക്കുന്നത്. രാജൻ ബി ദേവിനെ നേരിടുന്ന ഗുണ്ടയായിട്ടായിരുന്നു പാണ്ടിപ്പടയിൽ ബിനീഷ് അഭിനയിച്ചത്. പിന്നീട് ഇങ്ങോട്ട് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു. മിക്കതും വില്ലൻ വേഷങ്ങൾ തന്നെയായിരുന്നു. ഗുണ്ടാവേഷങ്ങളിലൂടെ ബിനീഷ് ബാസ്റ്റിൻ മലയാളികൾക്ക് സുപരിചിതനാവുകയായിരുന്നു. അഭിനയിച്ചതിൽ ഭൂരിഭാഗവും ഗുണ്ടയായി തന്നെയാണ്. 80 സിനിമകൾ ചെയ്തപ്പോഴും 90% ഗുണ്ടാവേഷങ്ങൾ. കട്ടപ്പനയിലെ ഋതിക് റോഷനിലൂടെ മലയാള സിനിമയിലെ സ്ഥിരം ഗുണ്ടയുമായി ബിനീഷ് ബാസ്റ്റിൻ. ചില നല്ല കഥാപാത്രങ്ങൾ കിട്ടിയെങ്കിലും സിനിമകളൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. അന്ന് ക്ലീൻ ഷേവ് ചെയ്തിട്ടായിരുന്നു സിനിമകളിൽ ബിനീഷ് ബാസ്റ്റിൻ അഭിനയിച്ചിരുന്നത്. ഒരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടിയ ചിത്രകാരൻ താടി വെച്ചാൽ നന്നായിരിക്കുമെന്നൊരു ഉപദേശം ബിനീഷ് ബാസ്റ്റിന് നൽകുന്നു. താടി വെച്ചതോടെ ഡയലോഗുള്ള ഗുണ്ടാവേഷങ്ങളും ബിനീഷിന് കിട്ടി തുടങ്ങി. ഇപ്പോൾ ബിനീഷ് ബാസ്റ്റിൻ താടി വളർത്തി തുടങ്ങിയിട്ട് ഏകദേശം 9 വർഷം പിന്നിടുന്നു. താടി മാറ്റിക്കൂടെ എന്ന് ബിനീഷിനോട് ചിലർ ചോദിക്കാറുണ്ട്. വേറെ കഥാപാത്രങ്ങളിലേക്ക് മാറുവാൻ ബിനീഷ് ബാസ്റ്റിന് അവസരം ലഭിക്കുമെന്നാണ് അവർ പറയാറുള്ളത്. എന്നാൽ പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ താൻ മാറിയതിൽ തന്റെ താടിക്ക് വലിയ പങ്കുണ്ട്. യുവാക്കൾക്കിടയിൽ ശ്രദ്ധ നേടുവാൻ താടി തന്നെ സഹായിച്ചിട്ടുമുണ്ട്. അങ്ങനെ അത് തന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറിയെന്ന് പറയാം. മികച്ച കഥാപാത്രങ്ങൾക്ക് വേണ്ടി താടി കളയുവാൻ തയ്യാറാണ്. എന്നാൽ പക്ഷെ ആ ഒരു കഥാപാത്രം തനിക്കൊരു ബ്രേക്ക് തരുന്നതായിരിക്കണമെന്നാണ് ബിനീഷ് ബാസ്റ്റിൻ പറയാറുള്ളത്. അതേസമയം ഏഞ്ചൽ ജോൺ, പോക്കിരി രാജ, പാസഞ്ചർ, അണ്ണൻ തമ്പി, സൗണ്ട് തോമ, താപ്പാന, കൊരട്ടി, പട്ടണം റെയിൽവേ ഗേറ്റ്, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്, ഡബിൾ ബാരൽ, തെരി, കാട്ടുമാക്കാൻ എന്നിവയാണ് ബിനീഷ് ബാസ്റ്റിന്റെ പ്രമുഖ ചിത്രങ്ങൾ. ഇതിനു പുറമെയായി ഹോളിവുഡ് ചിത്രമായ ഡാം 999ലും ബിനീഷ് ബാസ്റ്റിൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ പക്ഷേ ഈ സിനിമകളിലെല്ലാം പേരില്ലാത്ത വേഷങ്ങളിലാണ് ബിനീഷ് ബാസ്റ്റിൻ അഭിനയിക്കുന്നത്. പൃഥ്വിരാജ് നായകനായെത്തിയ പാവാടയിലാണ് അറിയപ്പെടുന്ന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. എബ്രിഡ് ഷെൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായെത്തിയ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ മട്ടാഞ്ചേരി മാട്ടൻ എന്ന കഥാപാത്രത്തെ ബിനീഷ് ബാസ്റ്റിൻ അവതരിപ്പിച്ചു. മട്ടാഞ്ചേരി മാട്ടൻ മലയാളികൾക്കിടയിൽ കേറിയങ്ങ് ഹിറ്റായി മാറി. നിർമ്മാതാവ് എന്ന നിലയിൽ നിവിൻ പോളി അരങ്ങേറ്റം കുറിച്ച ചിത്രം കൂടിയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു. 2016 ഫെബ്രുവരി 4 പ്രദർശനത്തിനെത്തിയ ഈ ചിത്രം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഈ ചിത്രം മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി. അതോടെ ബിനീഷ് ബാസ്റ്റിനും മലയാളത്തിൽ ശ്രദ്ധ നേടി. എന്നാൽ പക്ഷേ മലയാളത്തിൽ ഹിറ്റ് സിനിമയിൽ അഭിനയിച്ചിട്ടും ബിനീഷ് ബാസ്റ്റിന് മലയാളത്തിൽ നിന്നും അത്ര നല്ല അവസരങ്ങളൊന്നും തേടിയെത്തിയില്ല. പിന്നീട് ബിനീഷ് ബാസ്റ്റിൻ കളമൊന്നും മാറ്റി കളിച്ചു. മലയാളം വിട്ട് തമിഴിൽ അരങ്ങേറി. അറ്റ്ലി കുമാറിന്റെ സംവിധാനത്തിൽ 2016 ഏപ്രിൽ 14 പുറത്തിറങ്ങിയ തെരി എന്ന തമിഴ് സിനിമയിൽ ഇളയ ദളപതി വിജയ്ക്കൊപ്പം അഭിനയിച്ചതോടെയാണ് നല്ല വേഷങ്ങൾ ബിനീഷ് ബാസ്റ്റിനെ തേടിയെത്തുന്നത്. ഈ ചിത്രത്തിൽ അഭിനയിക്കുവാൻ ഒരു മലയാളി വില്ലനെ സംവിധായകൻ അറ്റ്ലി കുമാർ തേടിയിരുന്നു. നിരവധി പേരുടെ ഫോട്ടോകൾ കണ്ടെങ്കിലും പറ്റിയ ആളെ കിട്ടിയില്ല. പിന്നീട് ചെന്നൈയിലെ സ്ക്രീൻ ടച്ച് എന്ന ഏജൻസി വഴി ലഭിച്ച ബിനീഷ് ബാസ്റ്റിന്റെ ഫോട്ടോ കണ്ടിട്ടാണ് ബിനീഷ് ബാസ്റ്റിനെ തെരിയിൽ വിജയുടെ വില്ലനാകാൻ അറ്റ്ലി കുമാർ വിളിക്കുന്നത്. ചെന്നൈയിൽ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ആ കാസ്റ്റിംഗ് കമ്പനിക്ക് ബിനീഷ് ബാസ്റ്റിനാണ് തന്റെ ഫോട്ടോ നൽകിയിരുന്നത്. തെരിക്ക് ശേഷം അഭിനയ പ്രാധാന്യമുള്ള നിരവധി കഥാപാത്രങ്ങളെ ബിനീഷ് ബാസ്റ്റിൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ബിനീഷ് ബാസ്റ്റിൻ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ താരത്തിന് നിരവധി ഫോളോവേഴ്സുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.